നമസ്കാരം സുഹൃത്തുക്കളെ. ലിജു തോമസിന്റെ അൻപോട് കൺമണി കൺമണി സിനിമ കണ്ടിട്ട് വന്നതാണ്. പടം എങ്ങനെ ഉണ്ടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വലിയ തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് അല്ല, ഒരു സിമ്പിൾ പടം, ചെറിയ പടം, കുറച്ച് അവയർനെസ് ഒക്കെ തരുന്ന പടം, ഫാമിലിക്ക് പറ്റിയ ഒരു പടമാണ്. പടത്തിലെ മെയിൻ റോൾ അഭിനയിക്കുന്നത് അർജുൻ അശോകനും അനഘ നാരായണനുമാണ്. അതിൽ തന്നെ അനഘ നാരായണനാണ് മെയിനായിട്ടുള്ള റോള്. അനഘ നാരായണനാണ് കൊണ്ടുപോകുന്നതെല്ലാം. കുറച്ചും കൂടെ എനിക്ക് അഭിനയൊക്കെ വളരെ അധികം ഇഷ്ടപ്പെട്ടു അനഘ നാരായണന്റെ. ഇത് വടക്കൻ കേരളത്തിൽ നടക്കുന്ന, അതായത് മലപ്പുറം, കോഴിക്കോട് അവിടൊക്കെ നടക്കുന്ന ഒരു ഗ്രാമത്തിലെ ഒരു സാധാ ഒരു കഥയാണ്. വലിയ പടമല്ല, ചെറിയൊരു പടം. ഫാമിലിക്ക് കൂടുതലായിട്ട് ഈ കുഞ്ഞുങ്ങൾ കല്യാണം കഴിച്ചിട്ട് കുഞ്ഞുങ്ങളില്ലാത്തവർക്ക് കുറച്ചുകൂടെ റിലേറ്റ് ആവുന്ന ഒരു പടമാണ്. അതുപോലെ തന്നെ കല്യാണം കഴിച്ചിട്ട് കുഞ്ഞുങ്ങളായവർക്കും കുഞ്ഞുങ്ങളാവാത്തവർക്കും അങ്ങനെ പിന്നെ അതുപോലെ തന്നെ കല്യാണം കഴിക്കാത്തവരുടെ കുടുംബത്തിൽ കല്യാണം കഴിച്ചിട്ട് കുഞ്ഞുങ്ങളില്ലാത്തവരുണ്ടെങ്കിൽ അവർക്കൊക്കെ റിലേറ്റ് ആവുന്ന ഒരു പടം തന്നെയാണ്. ഒരു അവയർനെസ് പടം ആണ് എന്ന് വേണമെങ്കിൽ പറയാം. ഇത് എനിക്ക് തോന്നുന്നു അല്ലാതെ ബാച്ചിലേഴ്സിനൊന്നും അത്ര ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നാലും കുഴപ്പമില്ല, അത്യാവശ്യം കണ്ടുകൊണ്ടിരിക്കാവുന്നൊരു ഫീൽ ഗുഡ് മൂവി. അല്ല, വലിയ സംഭവമൊന്നുമില്ല, ചെറിയ പടം, ഒരു ആവറേജ് മൂവി ആയിട്ടാണ് എനിക്ക് തോന്നിയത്. മസ്റ്റായിട്ട് തിയേറ്ററിൽ പോയി വാച്ച് ചെയ്യണമെന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല, അങ്ങനെ പറയുന്ന ഒരു പടമല്ല. പക്ഷെ കാണേണ്ടവർക്ക് പോയി കാണാൻ പറ്റുന്ന ഒരു ആവറേജ്, ഒരു സിമ്പിൾ പടം. മെയിനായിട്ട് ഈ കല്യാണം കഴിഞ്ഞിട്ട് കുഞ്ഞുങ്ങളില്ലാത്തവർക്കാണെങ്കിൽ കുറച്ചും കൂടെ ആ വിഷമവും അതൊക്കെ അനുഭവിച്ചവർക്ക് കുറച്ചുകൂടെ മനസ്സിലാവുന്ന ഒരു ഗ്രാമത്തിന്റെ പടം. ജോണി ആന്റണി, മാല പാർവതി, അൽതാഫ് സലീം ഒക്കെ എല്ലാവരും കുഴപ്പമില്ല, എല്ലാവരും അത്യാവശ്യം നല്ല. കൂടുതലും അനഘ നാരായണന്റെ അഭിനയം നല്ലതായിരുന്നു. പാട്ടുകളൊക്കെ നല്ലതാണ്. വിനീത് ശ്രീനിവാസന്റെ ഒരു വടക്ക് ദിക്കിൽ അങ്ങനെ ഒരു പാട്ട്, അത് നല്ലൊരു പാട്ടായിരുന്നു. പാട്ടുകളൊക്കെ നല്ലതായിട്ട് തന്നെയാണ് ഫീൽ ചെയ്തിരിക്കുന്നത്. പിന്നെ കുഴപ്പമില്ല, അത്യാവശ്യം വലിയ പടമല്ല, ചെറിയൊരു സിമ്പിൾ പടം. കൂടുതലും ഞാൻ പറഞ്ഞല്ലോ, കുഞ്ഞുങ്ങളുമായിട്ട് കല്യാണം കഴിച്ചതിന് ശേഷം കുഞ്ഞുങ്ങളില്ലാതെ വിഷമിക്കുന്നവർക്കൊക്കെ വളരെയധികം റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പടം. ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നന്ദി, നമസ്കാരം.